ഞാനെന്നോട്ടം തികച്ചു സ്വർഗീരുദിനായി നീടും ഞാൻ മറുരൂപമായി പരനേശ്വരജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. Assistant pastors of center and they can make use of this time. ഈ ദിവസം പ്രിയപ്പെട്ട നമ്മുടെ പാസ്റ്ററുടെ ഈ അന്ത്യ ശുശ്രൂഷയെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലൂടെ തന്റെ ശുശ്രൂഷയിലൂടെ അനുഭവിച്ച ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് പാസ്റ്ററായി വന്നതിന് ശേഷം ആണ് ഈ വിശുദ്ധനെ എനിക്ക് നേരിട്ട് അറിയുന്നതിനും അദ്ദേഹത്തോടുള്ള ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തിലെ ദിവ്യമായ സ്വഭാവങ്ങൾ എനിക്ക് കാണുവാനും അനുഭവിക്കാനും ഇടയാക്കി തീർത്തത്. തന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികമായ കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു സഭയ്ക്ക് ഒരു അപ്പോസ്തലനും ഒരു പിതാവും ആയിരുന്നു. എന്നെ സംബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പിതാവും ഗുരുവും ഒരു ഉപദേഷ്ടാവും ഒരു സഹോദരനും നല്ല ആലോചനക്കാരനും ആയ വർണ്ണിക്കുവാൻ അധികമായ സ്വഭാവങ്ങൾ തന്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചത് പറയുവാനുണ്ട്. അല്ലാതെ നഷ്ടമായിരിക്കുന്നുവെങ്കിലും സ്വർഗത്തിന് അതൊരു ലാഭമായി. ദൈവത്തെ രക്ഷിക്കുന്നതിന് സ്നാനപ്പെടുത്തിയിരുന്നാൽ എന്റെ കർത്താവ് വിലയേറിയ ശുശ്രൂഷന്മാരെ ദൈവം ഇവിടെ അയച്ചു ഓർത്തുകൾ ദൈവത്തോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസനെ ഇവിടെ അയച്ചതിന് ശേഷം
ഈ വേലയ്ക്ക് വേണ്ടതായ വളരെയധികം അനുഗ്രഹവും വിശാലതയും ദൈവം വരുത്തി. അതിനെല്ലാം വിശാലമാക്കി തരാനുള്ള ദൈവം, വാക്യത്തിൽ വിശുദ്ധനായ ദൈവം അദ്ദേഹത്തെ കൂടെ പല ലോക്കൽ സഭകളിലും പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ദൈവം വളരെയധികം സഹായിച്ചു. ദൈവത്തിന് ഇവിടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ സെൻട്രലിൽ ഏത് യോഗം നടത്തിയാലും എല്ലാവരും എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിറയണം. ആത്മാഭിഷേകത്തിൽ എപ്പോഴും സന്തോഷിക്കണം. അത് യോഗ എത്ര സമയം നീട്ടിപ്പോയാലും എനിക്ക് ഒരു പ്രയാസമായിട്ട് തോന്നി. എത്ര സമയം എടുത്താലും എനിക്കത് വലിയ സന്തോഷമായിരുന്നു. എല്ലാ ദൈവവും സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വാക്യം വായിക്കുകയാണ്. ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരികത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ നിർത്തലിക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നേറിക്കുകയും ചെയ്തുവല്ലോ. പ്രിയ അപ്പച്ചന്റെ ബൈബിൾ സ്റ്റഡിയിലെ വിഷയമാണ് സബ്ജക്റ്റ് ആയത്. നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിൽ മുടങ്ങാതെ പിന്നീട് കടന്നു വരുവാൻ കാരണം പ്രിയ അപ്പച്ചന്റെ ബൈബിൾ സ്റ്റഡിയായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കോട്ടയത്തിന്റെ പ്രദേശങ്ങളിലാണ് ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എറണാകുളം സെൻട്രൽ വിശ്വാസിയായിട്ട് 98 മുതലുണ്ടായിരുന്നു. ഈ സമയത്തിൽ 2000 എനിക്ക് തൃക്കോണത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയും പിന്നെ ഒരു ചെറിയ വാഹനം ലഭിക്കാൻ ഇടയായി തീർന്നു. പിന്നീട് അപ്പച്ചൻ്റെതായ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരുവാനും അന്ന് ലഭിച്ചതായ ആലോചനകൾ ബൈബിൾ ക്ലാസ് ഒരിക്കലും മുടക്കം വരുത്തുന്ന എന്റെ ഹൃദയത്തിൽ തീരുമാനിക്കാൻ തക്കണം ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിലെ വിശുദ്ധരും നിഷ്കളങ്കരുമായി കാണപ്പെടണമെന്ന തന്റെ ബൈബിൾ സ്റ്റഡിയിലൂടെ നിങ്ങളോട് ആഹ്വാനിച്ചു. ഇന്നലെ മുതൽ സാക്ഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇന്നലെ ഇത് സംബന്ധിച്ച് പല കാര്യങ്ങൾക്കും വേണ്ടി പോയിട്ട് വന്നുകൊണ്ട് എനിക്ക് ഇന്നലെ സാക്ഷി പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് എഴുന്നേറ്റ് ദൈവത്തെ മുഖത്ത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ചീഫ് പാസ്റ്റർ പറഞ്ഞതുപോലെ അല്പസമയം ഉള്ളതുകൊണ്ട് 2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. താൻ ഇവിടെ കടന്നത് 1/11/2005 തൃശ്ശൂർ ചാർജ് എടുത്ത് വന്നത്. അന്ന് വരുമ്പോൾ തന്നെ ഇതിനു മുൻപ് എനിക്ക് എറണാകുളത്തായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ വിവിധ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി മുഖത്ത് പ്രാർത്ഥിച്ചു. ആ പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം എനിക്ക് പരിഹാരം തന്നു. അതുപോലെ ഇവിടെ കടന്നു വന്നപ്പോൾ ആദ്യം എന്നോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ദൈവസമാധാനത്തിൽ സന്തോഷത്തിൽ നടത്തും എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് താൻ തൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുകയാണെങ്കിൽ വളരെയധികം ആശ്വാസം. ഈ വിശ്വാസ ഭവനത്തിൻ്റെ ഈ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഒരു വലിയ സമാധാനം അനുഭവിക്കുന്നതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് എനിക്ക് മാത്രമല്ല ഇവിടെ വന്നവർക്കെല്ലാം അറിയാം. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സകലവിധമായ സൽഗുണങ്ങളുടെയും ഒരു മകുടമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തന്നിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ ജനസംഘത്തിന്റെ കാര്യങ്ങളോ മറ്റേ യൂത്ത് ക്യാമ്പിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ ആദ്യം വളരെ ശ്രദ്ധയോടെ കേട്ട് പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും മറുപടി പറയാതെ താൻ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് വിശദമായി പറയുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കാൾ ഉപരിയായി ആശ്വാസം പകരുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. 2006 വെച്ച് എനിക്ക് തീപ്പൊള്ളലേറ്റ് ഞാൻ ഏതാണ്ട് മരണാവസ്ഥയിൽ കിടന്ന സമയത്ത് അദ്ദേഹം കടന്നു വരികയും എന്നെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ എന്നിലൊരു അഭിഷേകം ഉണ്ടാവുകയും പെട്ടെന്ന് ഞാനറിയാതെ ഒരു അത്ഭുത സൗഖ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ ശരീരത്തിന് എല്ലാ വിധത്തിലുള്ളതായ ആദ്യത്തെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും വളരുന്ന അത്ഭുതമായ സൗഖ്യം പ്രാപിപ്പാനും ദൈവം എനിക്ക് സഹായിച്ചു. മാത്രമല്ല തൻ്റെ ഈ രോഗമായിരുന്ന സമയത്ത് അനേക കാര്യങ്ങൾ പറയാനെങ്കിലും സമയമില്ലാത്തതെന്ന് ചുരുക്കുന്നു. രോഗമായിരുന്ന സമയത്ത് തന്നെയും ഇവിടെ ആൽഫർട്ടിന് വേണ്ടി വീട് വാങ്ങിച്ചു. ആ സമയത്ത് താൻ വളരെയധികം വേദനയിൽ രോഗത്തിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ആ വീട്ടിലൊന്ന് പോയി പ്രാർത്ഥിക്കാൻ താൻ മനസ്സ് വെച്ചു. ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഈ അവസ്ഥയിൽ അവിടെ പോകരുത്, അത്രമാത്രം വേദനാജനകമായി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ പോലും താൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടായി. അതുപോലെ ഇവിടുത്തെ വിശ്വാസത്തിന്റെ പണികൾക്കും എല്ലാം തന്നെ കച്ചേരിയിൽ എടുത്തുകൊണ്ടുപോയി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ താൻ അനുവദിക്കുകയും അങ്ങനെ അത് സാധിക്കുകയും ചെയ്തു. മാത്രമല്ല മരണ ദിവസം തന്നെയും ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ പലരും കടന്നു വന്നു. അവരെല്ലാം കാണുവാൻ തനിക്ക് വലിയ ആഗ്രഹം. അപ്പോൾ ഈ കഴുത്ത് താഴ്ന്നിരിക്കുകയാണ്. വളരെ നിങ്ങൾ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല.
നിങ്ങൾ ഓരോരുത്തരപ്പോൾ അവരുടെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വേദനയോ രോഗമോ ഏതാണ്ട് മരിക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കും. എന്നിട്ട് പോലും മക്കളെ കുറിച്ചും ഓരോരുത്തരുടെ പേരായി ചോദിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്റെ വേദനയോ രോഗങ്ങളോ കഷ്ടങ്ങളോ നമ്മൾ ചെന്ന് ചോദിച്ചാൽ താൻ അതിന് മറുപടി പറയാതെ നമ്മുടെ കുടുംബത്തിലുള്ളതായ ഓരോരുത്തരുടെയും വിവരങ്ങൾ ചോദിക്കുകയും വന്നത് വലിയ ആരോഗ്യവാനായിട്ടല്ല, സ്തോത്രമെങ്കിലും ആരോഗ്യമുള്ള ഒരു ശരീരത്തെക്കാട്ടും ഒരു പ്രവർത്തനമുണ്ട്. അതിലൊരു സമയത്തായിരുന്നു തെറ്റെടുത്ത ശുശ്രൂഷ. അതെല്ലാ കാര്യങ്ങളും വെച്ചാൽ യാത്ര ചെയ്യാൻ വയ്യാതെ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചാൽ നടത്തും. ഞാൻ എല്ലായിടത്തും പോയി അവരെല്ലാം പോയി ലോക്കലത്തെ വെള്ളത്തിന്റെ എല്ലാ ലോക്കലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടെങ്കിലും പരിഹരിക്കും. രാത്രികാലങ്ങൾ കൂടി ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അങ്ങനെയായിരുന്നു തന്റെ ശുശ്രൂഷയുടെ നടത്താവുന്ന നീയോട് സ്തോത്രം ചെയ്യുന്നു. 18-ാം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സൗലയച്ചെടുക്കുകയും ദാവീദ് കാര്യാദികൾ ജ്ഞാനത്തോടെ വേദത്തോടെ കാര്യാദികൾ ചെന്ന് പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തിയിലും വളരെ രോഗത്തോടെ തന്നെയായിരുന്നു തന്റെ ജീവിതവും പ്രവൃത്തിയും കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഒരു വിളക്കാന്നുപോലെ ഒരു പിതാവായിരുന്നു അതുപോലെ സ്നേഹിക്കുക, ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പറയാതെ പറമയൊന്ന് പകമയൊന്നല്ലാതെ അവർക്ക് പുറത്ത് ഒരുപോലെയുള്ള പ്രവൃത്തി തന്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സ്തോത്രം വളരെ ഉണ്ടെങ്കിലോ നമ്മുടെ വിട്ടുകഴിഞ്ഞ ഈ തള്ളച്ചായനെ പറ്റി 2 വാക്ക് പറയാൻ ഹൃദയം ആഗ്രഹിക്കുന്നു. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ കീരപ്പാടുകളായ ഈ ബന്ധക്കോസ് ഹാളിൽ വെച്ച് പരിചയപ്പെട്ടത്. യാദൃശ്യമായിട്ട് ഹാളിൽ കടന്നു എന്നതാണ്. അന്ന് ആ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും വന്ന് എനിക്ക് സംബന്ധിക്കുവാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹമായിട്ട് 10 മിനിറ്റ് സംസാരിച്ചു. ആ സംസാരത്തിലും അദ്ദേഹമായിട്ട് ഇടപെടലിലൊക്കെ എനിക്ക് വളരെയധികം ഒരു പ്രത്യേക ആകർഷണത തോന്നി. അദ്ദേഹത്തിന്റെ സൗമ്യതയും ഇടപെടലും എന്നെ വളരെയധികം ആകർഷിച്ചു. ദൈവവചനത്തെക്കാൾ ഉപരി തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ എനിക്ക് വലിയ സന്തോഷകരമായിരുന്നു. പിന്നെ 2-3 ആഴ്ച തുടർച്ചയായിട്ട് പിന്നെയും ഓരോ ഞായറാഴ്ച അവിടെ തന്നെ ആരാധനയ്ക്ക് സംബന്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ മാത്രമേ കൂടുതൽ ആരാധനയ്ക്ക് സംബന്ധിച്ചുള്ളൂ. അതിനുശേഷം 3-ാമത്തെ ആഴ്ച എൻ്റെ കുടുംബാംഗങ്ങളെയും ഞാൻ ഇങ്ങനൊരു പാസ്റ്ററുണ്ട്, ഇങ്ങനൊരു പാസ്റ്റർ മറ്റ് ആ ശുശ്രൂഷയെ സംബന്ധിക്കാമെന്ന് പറഞ്ഞ് ഗോതമംഗലത്തിലെ കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് 3-ാമത്തെ ആഴ്ച ആരാധനശാലയിൽ ചെന്നു. അന്ന് ശുശ്രൂഷയുടെ മധ്യത്തിൽ ഒരു സ്ത്രീക്ക് ഭൂതം ബാധിച്ച് അവിടെ ആരാധനശാലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് നീലനകത്തുനിന്ന് കൊണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീകളുടെ 5-8 ഭൂതങ്ങളെ ആരാധന മധ്യത്തെ സത്യം ചെയ്ത് പിടിക്കുന്നതായിട്ട് രംഗം കാണാനിടയായി. അത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനുള്ള ആ അധികാരത്തെയും അവകാശത്തെല്ലാം അവർക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ വിശ്വാസ കൂട്ടായ്മയിലേക്ക് സംബന്ധിച്ച് പോകുവാൻ ദൈവം സാധിച്ചു. തന്നെയുമല്ല, ഇതിനേക്കാൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ കോതമംഗലം യാക്കോബ് പള്ളിയിലെ മത്രാമാർ പള്ളിയെ ഇടവക കമ്മിറ്റിക്കായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ്. രാഷ്ട്രീയ പൊതുപ്രവർത്തനക്കായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇതിനേക്കാളെല്ലാം അദ്ദേഹത്തിന്റെ സൗമ്യതയും ആ താഴ്മയും മറ്റ് പലരേക്കാൾ എന്നെ ആകർഷിക്കപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ടായി. എന്നാൽ മറ്റുള്ളവർ അത്ര താഴ്മയുള്ളവരോ സൗമ്യത ഇല്ലാത്തവരാണോ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെയധികം അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നെ സന്തോഷത്തിന് ഇടയാക്കി. എൻ്റെ കുടുംബജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു പോയി അതേ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ശേഷം ഒരു ബിസിനസ് വ്യാപാരം തുടങ്ങാൻ സന്ദർഭം അദ്ദേഹം പ്രാർത്ഥിച്ചു. അവർ അതിലേക്ക് നിലയിൽ കൊണ്ടുവരാൻ സഹായിച്ചു. ഇതിനുശേഷം പിന്നെ അടിമാലിയുള്ള ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾ പോയി. അവിടെ ഇരുന്നപ്പോൾ പാസ്റ്റർ അദ്ദേഹത്തിനോടൊപ്പം 2-3 ദിവസം കഴിഞ്ഞുകൂടാൻ സാധിച്ചു. ഇദ്ദേഹത്തിന്റെ സൗമ്യത കണ്ടപ്പോൾ ശുശ്രൂഷക്കാരെല്ലാം ഇത്ര സൗമ്യതയുള്ളവരാണ്, ശാന്തമുള്ളവരാണ്, ദൈവകൃപയുള്ളവരാണെന്ന് വിശ്രമിക്കുന്നതായ പ്രിയ തമ്പി പാസ്റ്ററുകളെ കുറിച്ച് 2 വാക്ക് സാക്ഷ്യം പറയാൻ കർത്താവ് സമർപ്പണനായി സ്തോത്രം ചെയ്യുന്നു. തമ്പികൾ ഒരു സമാധാന പുരുഷനായി കാണുവാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും സമാധാനത്തോടുകൂടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നേരിൽ കാണുവാൻ തക്കണം സാധിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു സെൻട്രൽ പാസ്റ്റർ എന്ന പദവിയിൽ കാണപ്പെട്ടുവെങ്കിലും
തന്റെ സൗമ്യതയും താഴ്മയും വളരെ ശ്രദ്ധാവഹമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ പാലക്കാട് സഭയിൽ കൂട്ടായ്മ ആചരിക്കുന്നു. പാലക്കാട് സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്നും പറയുകയില്ല. എവിടെയെങ്കിലും മീറ്റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോഴൊന്നും മറുപടി പറയുകയില്ല. എങ്കിലും പറയുന്ന ഈ കാര്യം ഹൃദയത്തിൽ വെച്ച് ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തക്ക സമയത്ത് ആ കാര്യങ്ങളെല്ലാം അതേപോലെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന് പാലക്കാട് സഭയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കർത്താവിന് സ്തോത്രം. കുടുംബമായും എളിയനെ വ്യക്തിപരമായും അദ്ദേഹം സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദൈവത്തിന് തിരിച്ചറിയപ്പെട്ടത് മൂലമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു വിശുദ്ധ ദൈവദാസൻ കൂടെ ദൈവസന്നിധിയിലേക്ക് പോയല്ലോ എന്ന് സിദ്ധന്മാർ